ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ട എടുത്തു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു ചെയ്ത ഏതാണ്ട് 36 അത്ഭുതത്തെക്കുറിച്ച് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടു. ഇത് 36 അത്ഭുതമല്ല, അതിലധികം ചെയ്തിട്ടുണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയ അനേക അത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണ് ഇന്ന് ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചിന്ത. യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ, യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ സന്തോഷവും സമാധാനവും ലഭിക്കും എന്ന് മനസ്സിലാക്കിയ വലിയൊരു കൂട്ടം ജനം യേശുവിനെ പിൻചെല്ലുക പതിവായിരുന്നു. യേശു പിൻചെന്ന വ്യക്തികളെ ആരെയും തന്നെ നിരാശരായി വിട്ടിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്ത് യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ വന്നവരുടെ അടുക്കൽ പോലും യേശു അവരുടെ ചോദ്യത്തിന് ന്യായമായ ഉത്തരം കൊടുത്താണ് വിട്ടത്. ഇന്നത്തെ ധ്യാന ചിന്തയിൽ യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി കടന്നു വന്ന 5000-ൽ അധികം പുരുഷന്മാർ, സ്ത്രീകളുടെ കണക്കും കുട്ടികളുടെ കണക്കും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത്രയും ആളുകൾ യേശുവിൻ്റെ കൂടെ വചനം കേൾക്കുവാൻ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ യേശു ആവശ്യപ്പെടുകയും ശിഷ്യന്മാർ അതിന് കൊടുക്കുന്ന മറുപടി, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യേശു ശിഷ്യന്മാരോട് പറയുന്ന ചില വാക്കുകളാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തരുവാനിടയായി തീർന്നത്. ഒന്നാമത്, ശിഷ്യന്മാർ പറയുന്നത് അവരുടെ പരിമിതികളാണ്. ശിഷ്യന്മാർ നോക്കിയത് പുരുഷാരത്തെ. ഏതാണ്ട് 5000 പുരുഷന്മാരെന്ന് അവരൊരു കണക്കെടുത്തു. അവർ പുരുഷന്മാരുടെ കണക്ക് അല്ലെങ്കിൽ ജനത്തിനെ അവരെണ്ണി നോക്കി. 2, അവരുടെ കയ്യിലുള്ളത് എത്രയുമുണ്ട് എന്ന് ആ കയ്യിലേക്കൊന്ന് നോക്കി. 5 അപ്പവും 2 മീനുമെന്നവർ കണ്ടെത്തി. 3, ഇതൊരിക്കലും തികയുകയില്ല എന്ന് അവരുടെ മാനുഷിക ബുദ്ധി കൊണ്ട് അവർ അതിനെ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 4, വാങ്ങിക്കുവാൻ പോയാൽ പോലും, പ്രൈസ് ദി ലോർഡ്, മരുഭൂമിയാണ്, അവരുടെ കയ്യിൽ 200 പണം കണ്ടെത്തിയാൽ പോലും
അതിനു പോലും തികയില്ല. എന്ന് വെച്ചാൽ 200 വെള്ളി നാണയം പണമൊക്കെ കണ്ടെത്തുവാൻ കഴിയും അവരുടെ കയ്യിൽ. അത്രയൊക്കെ അവരുടെ കയ്യിൽ ഉണ്ട്, അല്ലെങ്കിൽ അവർ നോക്കിയാൽ പറ്റും. അപ്പോൾ ഇതെല്ലാം ശിഷ്യന്മാർ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒന്ന്, പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. മരുഭൂമി, 200 പണത്തിന് തികയാത്ത അവസ്ഥ, 5 അപ്പം 2 മീൻ, 5000 പുരുഷന്മാർ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അനേക പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. എന്ന് വച്ചാൽ ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കുക എന്നത് അവരുടെ ബുദ്ധിയിൽ, അവരുടെ ചിന്തയിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഈ അപ്പം, ഈ മീൻ ചെന്നു കഴിഞ്ഞപ്പോൾ യേശു ചെയ്തത്, ആ അപ്പവും മീനും തൻ്റെ കയ്യിൽ വാങ്ങി. യേശു പുരുഷാരത്തെ അല്ല നോക്കിയത്, യേശു പണത്തിലേക്കല്ല നോക്കിയത്, യേശു സ്വർഗത്തിലേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. യേശു സ്തോത്രം ചെയ്തു, വാഴ്ത്തി. ഹല്ലേലൂയ. യേശു നുറുക്കി, യേശു അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രശ്നത്തെ കൊണ്ടുവെക്കുമ്പോൾ ദൈവത്തിന് അതിന്മേൽ ഒരു വിടുതൽ അയക്കുവാൻ കഴിയുമെന്നതാണ് ഇന്നത്തെ ധ്യാന ചിന്തയിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ബുദ്ധി പറയും, ഇതൊന്നും നടക്കത്തില്ല, ഇതിനെങ്ങും ഒരു സാധ്യതയില്ല. എന്നാൽ ദൈവത്തിന് പറയാൻ കഴിയുന്ന പദം, മനുഷ്യൻ പരിമിതന്. അവൻ്റെ ചിന്തയ്ക്ക് പരിമിതിയുണ്ട്, അവൻ്റെ വിചാരങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിമിതി ഒന്നും അവനെ ബാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സന്നിധിയിൽ ഈ 5 അപ്പവും 2 മീനും ചെല്ലുമ്പോൾ മാനുഷിക പരിമിതികളെല്ലാം മുറിച്ചുകൊണ്ട്, അത് 5000 പുരുഷന്മാർ മാത്രം, എന്ന് വെച്ചാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളെയും ഒക്കെ കണക്കോട് കൂട്ടിയാൽ ഏതാണ്ട് 10,000-20,000 പേരെങ്കിലും, അത്രയും പേരെങ്കിലും ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, തക്കവണ്ണം അത് വർദ്ധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ വലിയ ഒരു പ്രശ്നം മാറ്റപ്പെട്ടത് ദൈവസാന്നിധ്യത്തിൽ ആ അപ്പവും ഹല്ലേലൂയ മീനും കൊണ്ടെത്തിച്ചു എന്നുള്ളത്. അതാ ബാലകന്റെ കയ്യിൽ ഇരുന്നിരുന്നുവെങ്കിൽ അത് 5 അപ്പവും 2 മീനുമായി ആ ബാലകനും മാത്രം ഭക്ഷിക്കുവാൻ ഉതകത്തെ ഉള്ളായിരുന്നു. എന്നാൽ അത് യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് 20,000 പേരെങ്കിലും ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എലീശയുടെ കാലത്ത് ഒരു വിധവ എലീശയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അത് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതലുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. എലീശയുടെ അടുക്കൽ ചെന്ന ആ സ്ത്രീ എലീശയോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞങ്ങൾ ഇന്നൊരു പ്രശ്നത്തിൽ, ആ പ്രശ്നം അവൾ അവതരിപ്പിക്കുന്നത്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. 2, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ കടൽക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു.
കടക്കാർ അവരെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എലീശ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. നോക്കണം, അവളുടെ മാനുഷികമായ ബുദ്ധിയിൽ ഈ കടക്കാരിൽ നിന്ന് തൻ്റെ തലമുറയെ രക്ഷിക്കുവാൻ യാതൊരു മാർഗവുമില്ല. സാധ്യത മുഴുവൻ അവളിൽ നിന്ന് പോയി. ഭർത്താവ് മരിച്ചുപോയി. കടക്കാർ ബലവാന്മാരാണ്. അവർ കുഞ്ഞുങ്ങളെ അടിമയാക്കാൻ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇതെല്ലാം അവളുടെ പരിമിതിയാണ്. അതിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെങ്ങളെ രക്ഷിക്കുവാൻ അവൾക്ക് യാതൊരു മാർഗവുമില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, വീണ്ടും അവൾ പറയുകയാണ്, ഒരു ഭരണി എന്നെ അല്ലാതെ എൻ്റെ വീട്ടിൽ ഈ കടം വീട്ടുവാൻ മറ്റൊന്നുമില്ല. അല്ലെങ്കിൽ എലീശ അവളോട് പറയുന്നു, നീ വെറും പാത്രങ്ങൾ വാങ്ങിക്കുക, അറയിൽ കടക്കുക, മുറി അടയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അടച്ച് ആ വാങ്ങിയ പാത്രത്തിലേക്ക് നിന്റെ പക്കലുള്ള എണ്ണ പകരുക. ഞാൻ പറയട്ടെ, അറയിൽ കടന്നു വാതിലടയ്ക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയെന്ന് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇത് ഒരു ചിന്തയായി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ വിടുന്നു. നോക്കണം, ദൈവ സാന്നിധ്യത്തിലേക്ക് അവളുടെ പക്കലുണ്ടായിരുന്ന ആ എണ്ണ, ഒരു ഭരണി എണ്ണ വന്നപ്പോൾ അവൾ കടം വാങ്ങിയ വെറും പാത്രങ്ങൾ മുഴുവൻ നിറയത്തക്ക രീതിയിൽ ഈ എണ്ണ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ പാത്രങ്ങൾ നിറയപ്പെട്ടു എന്നത് ദൈവവചനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അത് വിറ്റ് അവളുടെ കടം വീട്ടി അവളുടെ തലമുറ രക്ഷപ്പെട്ടു എന്നതും നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിലേക്ക് നിന്റെ പരിമിതികളുമായി വരുമ്പോൾ ആ പരിമിതി ദൈവം സ്തോത്രം മാറ്റി ഹല്ലേലൂയ അവിടെ ഒരു വിടുതൽ അയക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 ആൾ ചുമന്നുകൊണ്ട് ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പക്ഷപാതക്കാരനെ 4 ആൾ ചുമന്നുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ഈ ചുമന്നുകൊണ്ട് വരുന്നവനെ പ്രൈസ് ദി ലോർഡ് യേശുവിന്റെ അടുക്കലേക്ക് മുകൾ പൊളിച്ച് അവന്റെ അടുക്കലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം, സ്തോത്രം, ഇവൻ പക്ഷപാത രോഗിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല. 4 ആൾ ചുമന്നുകൊണ്ടാ വരുന്നത്. എന്നാൽ സ്തോത്രം, യേശുവിന്റെ അടുക്കലേക്ക് ഈ പക്ഷപാത രോഗിയെ കൊണ്ടുവച്ചു എന്നുള്ളതാണ് പ്രൈസ് ദി ലോർഡ്. അവിടെ ഹല്ലേലൂയ ഈ പക്ഷപാത രോഗി സൗഖ്യത്തോടെ ഹല്ലേലൂയ കിടക്ക എടുത്ത് നടന്നു പോകുവാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ അനേക പടകുകൾ ആ കരാവിലെ മീൻപിടുത്തം കഴിഞ്ഞു വന്നു. ആ പടകിൽ പ്രൈസ് ദി ലോർഡ് പത്രോസ് സ്തോത്രം തൻ്റെ പടക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കരയ്ക്ക് കയറ്റുവാൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ആ പടകിന്റെ അടുക്കലേക്ക് ചെല്ലുകയും പ്രൈസ് ദി ലോർഡ് യേശു ആ പടക് തനിക്ക് വേണ്ടി ചോദിക്കുകയും ആ ഹല്ലേലൂയ പടകിൽ നിന്നുകൊണ്ട് യേശു പുരുഷാരത്തോട് സംസാരിക്കുകയും ചെയ്ത ശേഷം പ്രൈസ് ദി ലോർഡ്, അത് ലൂക്കോസ് 5-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. ആ യേശു പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസേ, ആഴത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പത്രോസ് തിരിച്ചു പറയുകയാണ്, നാഥ, കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഹല്ലേലൂയ ശൂന്യതയുടെ ഒരു പടകുമായിട്ടാണ് ഞാൻ ഈ കരക്കണഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ പത്രോസ് മീൻപിടുത്തക്കാരനാണ്. ഇന്നലകളിലൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു മീൻപിടുത്തക്കാരനും എല്ലാ ദിവസവും മീൻ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മീൻ കിട്ടി, നാളെ മീൻ കിട്ടാതെ ഇരിക്കാം. പക്ഷേ ഈ ഹല്ലേലൂയ സ്തോത്രം ശൂന്യതയുടെ പടകുമായി ഇന്നലകളിൽ എപ്പോഴെങ്കിലുമൊക്കെ പത്രോസ് വീട്ടിൽ പോയിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ നോക്ക്, ഈ ശൂന്യതയുടെ പടക് യേശുവിന്റെ സാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശുവിന്റെ സാന്നിധ്യത്തിലാണ് ഈ ശൂന്യതയുടെ പടക് നിൽക്കുന്നത്. ഹല്ലേലൂയ. അവൻ തന്റെ ഹല്ലേലൂയ സ്തോത്രം പരിമിതിയെ കുറിച്ച് പറയുകയാണ്. അതാ രാത്രി മുഴുവൻ അധ്വാനിക്കാതിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല ഇറക്കാതിരുന്നില്ല, പക്ഷേ ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, യേശുവിന്റെ സാന്നിധ്യത്തിലെ ശൂന്യതയുടെ പടക് പ്രൈസ് ദി ലോർഡ് നിറഞ്ഞ പടകായി യേശു മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലകളിൽ ഈ പടക് ശൂന്യമായിരുന്നിരിക്കാം. ഇന്നലകളിൽ എപ്പോഴൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പത്രോസിന് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇവിടെ ഇന്നത്തെ ഈ പടക്, ഇന്ന് നിൽക്കുന്ന ഈ പടക് യേശുവിന്റെ സാന്നിധ്യത്തിലുള്ള ശൂന്യതയുടെ പടകാണ്. യേശുവിന്റെ സാന്നിധ്യത്തിൽ ശൂന്യതയുടെ പടക് വന്നാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പടക് ദൈവ സാധ്യത കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ സമയമാകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ദൈവമക്കളെ സ്തോത്രം. ശൂന്യതയുടെ പടകാണെങ്കിലും ഹല്ലേലൂയ, നിന്റെ പരിമിതികൾ ദൈവത്തിന് നന്നായി അറിയാം. പക്ഷെ അത് യേശുവിന്റെ സാന്നിധ്യത്തിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു നിറവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറഞ്ഞതനുസരിച്ച് അവൻ വലയിറക്കി. ആ വലയ്ക്കകത്ത് പെരുത്ത മീൻ കൂട്ടം കയറി എന്ന് വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ആ ആ ആ ബാലകന്റെ കയ്യിൽ ഇരുന്ന 5 അപ്പവും 2 മീനും ദൈവ സാന്നിധ്യത്തിലേക്ക് വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, അത് 20,000 പേർക്ക് തികയത്തക്ക രീതിയിൽ ഹല്ലേലൂയ ഒരു വർധന ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശൂന്യതയുടെ പടക്, പത്രോസിന്റെ ശൂന്യതയുടെ പടക് യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഹല്ലേലൂയ നിറവിന്റെ പടകായി മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കടക്കാർ പിടിച്ചു കൊണ്ടുപോകേണ്ട, ഹല്ലേലൂയ, കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകേണ്ട, അടിമത്തത്തിലേക്ക് കൊണ്ടുപോകേണ്ട മേഖലയിൽ ഹല്ലേലൂയ ആ വിധവ എലീശയുടെ അടുക്കിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് വന്നു എന്നുള്ളത് പ്രൈസ് ദി ലോർഡ് അവൾക്ക് കടം വീട്ടുവാൻ വേണ്ടി മാത്രമല്ല, പകരം അവൾക്ക് ചിട്ടകാലം ജീവിക്കുവാനുള്ള ഭൗതികമായ നന്മയും അവൾക്ക് ലഭിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുമന്നുകൊണ്ടുവന്ന പച്ചക്കാതക്കാരനായ ആ മനുഷ്യൻ യേശുവിന്റെ സാന്നിധ്യത്തിൽ വന്നതുകൊണ്ട് പിന്നെ അവനെ ചുമക്കേണ്ടി വന്നില്ല. ഇന്ന് പകൽക്കാലം നിന്റെ പരിമിതികളെ അറിയുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നീ പരിമിതനാണെന്നറിയുന്നൊരു ദൈവം, നീ നിസ്സഹായനാണെന്നറിയുന്നൊരു ദൈവം, നിനക്ക് പലതും കഴിയയില്ലെന്നറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. നിന്റെ ചുവടുവെപ്പുകളിൽ ശൂന്യതയുണ്ടെന്നറിയുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവന്റെ അടുക്കലേക്ക് നീ ചെല്ലുന്നെങ്കിൽ ഹല്ലേലൂയ നിന്റെ പരിമിതികൾ അവൻ മനസ്സിലാക്കിയിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാധ്യത കൊണ്ട് ഹല്ലേലൂയ നിന്റെ ജീവിതം നന്മയാക്കുവാൻ, അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നത് ഈ ഹല്ലേലൂയ പകൽക്കാലം, ഈ ഹല്ലേലൂയ സ്തോത്രം, ഈ കർത്തൃ ദിവസത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നിന്നോട് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പരിമിതിയെ നന്നായിട്ട് ദൈവത്തിന് അറിയാം. പക്ഷെ പരിമിതി കൊണ്ട് അകത്തളങ്ങളിൽ ഇരിക്കുകയല്ല വേണ്ടത്. ആ പരിമിതികളെ കൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാൻ നീ തയ്യാറാകുക. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ആരാധനയിലേക്ക് നീ വരുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് നീ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിന്റെ പരിമിതി അറിയുന്നവൻ ഹല്ലേലൂയ ആ പരിമിതിയിൽ ദൈവം തന്റെ സാധ്യത അയച്ച് പ്രൈസ് ദി ലോർഡ് ഒരു നിറവിന്റെ അനുഭവവുമായി, ഒരു അനുഗ്രഹത്തിന്റെ അനുഭവമായി കർത്താവ് നിന്നെ മടക്കി അയക്കട്ടെ. അമേകൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുക. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നീച്ചനായ കർത്താവേ, മനുഷ്യൻ പരിമിതനാ, ഞങ്ങളൊക്കെ പരിമിതിയുള്ളവരാ. സ്തോത്രം. ഞങ്ങളുടെ ചിന്തയ്ക്ക്, വിചാരങ്ങൾക്ക് ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രവർത്തികൾക്ക് ഹല്ലേലൂയ ഒക്കെ പരിമിതിയുണ്ട്. എന്നാൽ കർത്താവേ, പരിമിതിയില്ലാത്ത അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരികയപ്പ. ആ പത്രോസിന്റെ പടക് അങ്ങയുടെ സന്നിധിയിൽ നിറഞ്ഞതുപോലെ ആ ഹല്ലേലൂയ വിധവ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം കടക്കാർ പിടിച്ചു കൊണ്ടുപോകത്തക്ക രീതിയിൽ അവൾ തകർന്നിരുന്നു. എന്നാൽ എലീശയുടെ അടുക്കിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് അവൾ വന്നു എന്നുള്ളത് ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ ശിഷ്ടകാലം ജീവിക്കുവാനുള്ള നന്മ ലഭിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ്.
അപ്പവും 2 മീനും കർത്താവ് 20,000 പേർക്കെങ്കിലും തികയുവാൻ ഇടയായി തീർന്നതുപോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചുമന്നു കൊണ്ടുവന്ന പച്ചവാതക്കാരൻ പിന്നെ ചുമക്കേണ്ടി വരാതെ നടന്നു പോയതുപോലെ ആ സാന്നിധ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആ സാധ്യത, അങ്ങയുടെ സാധ്യത ജനത്തിന്മേൽ അയച്ച് വിടുവിക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ നാഥ. ആ വചനം ജനത്തിന് ഫലിച്ചു വരട്ടെ കർത്താവെ. പരിമിതികളെ കൊണ്ട് കർത്താവെ പൊറുതിമുട്ടിയിരിക്കുന്ന ജനം ആ സാന്നിധ്യത്തിലേക്ക് വരുവാൻ ഈ വചനം ഇടയാക്കുകയും അങ്ങ് അവരുടെ പരിമിതികളെ മാറ്റി സാധ്യതയെ കൊടുത്ത് ജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആയുഷ്യം വെച്ചക്ക് സുവേശുന ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലസ് യു.